ഇന്ന് കാലത്ത് കാര്യമായിട്ടുള്ള പണികളൊന്നുമേ ഇല്ല. അതുകൊണ്ട് തേരാപ്പാര മച്ചാണം പൂച്ചാണം നടന്നിട്ടാണ് അടുക്കളയെ കയറിയത്. വൈദവേ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഇടിയപ്പമാണ്. എന്റെ ഒരു വീക്ഷണപാഠവും വെച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇടിയപ്പം ഉണ്ടാക്കാൻ ഭയങ്കര പാടാണ്. വൈദവേ ചേച്ചി ആദ്യകാലങ്ങളിൽ ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഒരു വളരെ സഹജികമായ ടിപ്പ് പ്രയോഗിക്കുമായിരുന്നു. അതായത് പൈതങ്ങളെ ചേച്ചി ഇടിയപ്പത്തിന്റെ മാവ് വാങ്ങിക്കുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു ദോശമാവും കൂടെ വാങ്ങിച്ച് ഫ്രിഡ്ജ് കയറ്റും. അതായത് ആദ്യഘട്ടങ്ങളിൽ ഇടിയപ്പം എന്ന മോഹം ചപ്പിച്ചണങ്ങി പോകുമ്പോൾ ഞാൻ ദോശ ചുട്ട് തൃപ്തിപ്പെടുമായിരുന്നു. എന്റെ ഒരു ചിന്താരീതി അനുസരിച്ച് ഇടിയപ്പത്തിനും പുട്ടിനും ഏകദേശം ഒരേ രുചിയാണ്. ഏത് അങ്ങനെയല്ല. അടുത്തതായിട്ട് നമുക്കിനി കുഴച്ചെടുത്ത മാവിനെ ഡിസൈൻ വർക്ക് ചെയ്ത് ഇഡലി തട്ടിലേക്ക് ആക്കാം. എന്തോ ഭാഗ്യത്തിന് പൊട്ടൻ ലോട്ടറി അടിക്കും പോലെ എല്ലാം ശരിയായി. അങ്ങനെ ഇടിയപ്പം ശരിയായ സ്ഥിതിക്ക് അതിനി കറി ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാം. ഇടിയപ്പം നന്നായി വന്നതിന്റെ അഹങ്കാരം എന്നോണം ഇന്ന് മുട്ടക്കറിയാകാമെന്നായി ഞാൻ. അങ്ങനെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളിലെ വെള്ളങ്ങൾ തുടച്ചുകൊണ്ട് ഞാൻ സവാള കിരികിരാന്നിരിഞ്ഞെടുത്തു. വൈദവേ സവാള വഴിച്ച് സമയം കളയാൻ താല്പര്യമില്ലാത്ത കുട്ടികളാണ് നിങ്ങളെങ്കിൽ ചേച്ചിയുടെ ഈ മുട്ടക്കറി നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ അതിനായിട്ട് അരിഞ്ഞ സവാള എല്ലാം കൂടെ കുക്കറിനകത്തിട്ട് ലേശം വെള്ളവും കൂടെ ഒഴിച്ച് 2 വിസിൽ അടുപ്പിച്ചെടുക്കുക. അപ്പം സംഭവം എന്താ ഇങ്ങനെ ഇരിക്കും. നമുക്ക് പൊടികളെ ഓരോന്നായിട്ട് ആവാഹിക്കാം. മുളകിന്റെ പൊടിയും മഞ്ഞന്റെ പൊടിയും മല്ലിന്റെ പൊടി ഗരം മസാല. ഇനി ഒരു ഇളക്ക് ഒരു തിളപ്പ്. കറി തയ്യാർ സബാഷ്. അങ്ങനെ മനോഹരമായ ഇടിയപ്പവും മുട്ടക്കറിയും തയ്യാർ. ഇഷ്ടപ്പെട്ട പാപ്പു ആയോണ്ടാണെന്ന് തോന്നുന്നു പുത്രന്മാരാവോളം കഴിച്ചു. അപ്പോൾ ഇന്നത്തേക്ക് ശുഭം.